നമ്മളൊരു ചോക്ലേറ്റ് കിറ്റ്കാറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ആദ്യം തന്നെ ബേക്ക് ചെയ്യാൻ വെക്കുന്ന പാത്രം ബട്ടർ തടവി ഒരു ബട്ടർ പേപ്പർ വെക്കാം. ഇതെല്ലാം കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പായി ചെയ്യണം. ഇതൊരു സൈഡിലേക്ക് മാറ്റി അതിനുശേഷം ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചിടാം. 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഇവയെല്ലാം ഒരു അരിപ്പയിലാക്കി ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കാം. ഇങ്ങനെയാണെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റ് ആകും. ഞാൻ ഇവിടെ അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് മാറ്റാം. ഇനി ബേക്ക് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് തീ ഓൺ ചെയ്യാം. അതിൻ്റെ മുകളിലായിട്ട് ഉപ്പിൻ്റെ മുകളിലായിട്ട് ഒരു നേർപ്പായ പാത്രം വെച്ച് അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് നല്ല ഫ്ലഫി ആകുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഈ സമയം ചേർത്ത വനില എസൻസ് ചേർത്ത മുട്ടയുടെ സ്മെല്ല് മാറിക്കിട്ടും. നന്നായി ബീറ്റ് ചെയ്യുക. മുട്ട നല്ല പതഞ്ഞ് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 100 ml ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർക്കണം. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലായിട്ട് ചേർക്കാം. നന്നായി ഇത് ബീറ്റ് ചെയ്യാം. ഒരുപാട് നേരം ബീറ്റ് ചെയ്യണം. ഇതൊന്ന് മിക്സ് ആകുന്നവരെ ബീറ്റ് ചെയ്താൽ മതി. ഓരോന്ന് മിക്സ് ആകുന്ന. ഇനി ഇതിലേക്ക് കുറേശ്ശെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കുക. മൈദയെല്ലാം ചേർത്തതിന് ശേഷം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് നേരം ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ കേക്ക് പൊങ്ങാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇത് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയാണിത്. ഇനി നേരത്തെ ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. ഞാൻ ഇവിടെ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇത് 1/4 കപ്പ് ഒരു ബൗളിലേക്ക് മാറ്റാം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളം ഇല്ലാതിരിക്കണം. നന്നായി തുടച്ചതിന് ശേഷം ബീറ്റ് ചെയ്താൽ നന്നായി ഫ്ലഫി ബീറ്റ് ചെയ്യാൻ പറ്റും.
ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്യുന്ന ബ്ലെൻഡറും ബൗളും ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ബീറ്റ് ചെയ്യുന്നതിന് മുമ്പായി ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ മതി. നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ വെക്കാം. ഇവിടെ കേക്ക് ബേക്കായിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ അപ്പക്കുത്തി കൊണ്ടോ ഒന്ന് സെൻട്രലായിട്ടൊന്ന് കുത്തി നോക്കാം. ഇനി നമ്മുടെ കേക്ക് തീ ഓഫ് ചെയ്ത് വയറാക്കിലേക്ക് മാറ്റാം. ഒരുപാട് നേരം ബേക്കിംഗ് ട്രേയിൽ തന്നെ വെക്കരുത്. സൈഡെല്ലാം ഹാർഡായി പോകും. ഇനി അടിയിൽ വെച്ചിരിക്കുന്ന ബേക്കിംഗ് പേപ്പർ മാറ്റാം. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ കേക്ക് പൊടിഞ്ഞു പോകും. നല്ല സോഫ്റ്റായ കേക്കാണിത്, കണ്ടില്ലേ, വളരെ സോഫ്റ്റാണ്. ഇനി ഒന്ന് സൈഡിൽ ഒന്ന് ലൈൻ വരച്ചതിന് ശേഷം, കത്തി കൊണ്ട് ലൈൻ വരച്ചതിന് ശേഷം ആ ലൈനിൻ്റെ കൂടെ തന്നെ നൂല് കൊണ്ടൊന്ന് കട്ട് ചെയ്യാം. നൂല് കൊണ്ട് കട്ട് ചെയ്താൽ ഒരേ ലെവലിൽ കട്ട് ചെയ്യാൻ പറ്റും. കത്തിയോട് കട്ട് ചെയ്തതിനേക്കാൾ എളുപ്പമാണ് നൂല് കൊണ്ട് കട്ട് ചെയ്യാൻ. ഞാൻ ഇവിടെ 2 പീസായിട്ടാണ് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 പീസായിട്ട് കട്ട് ചെയ്യാം. ഇനി കേക്ക് ബോർഡിൽ വെച്ച് നമുക്ക് ക്രീം ചെയ്തെടുക്കാം. കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം പുരട്ടിയ ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഞാൻ കട്ട് ചെയ്ത ഭാഗം അടിഭാഗത്തായിട്ട് വെക്കുന്നുണ്ട്, ക്രീം ചെയ്തെടുക്കാൻ വേണ്ടി, എളുപ്പമാകാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് നന്നായി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ 1/4 കപ്പ് പഞ്ചസാരയിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് മെൽട്ടാക്കി എടുത്തതാണ്. നന്നായി സോക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് രണ്ടാമത്തെ ലെയറും വെച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് ക്രീം ചെയ്തെടുക്കാം. മൊത്തമായി ഒന്ന് ഒരുപാട് കട്ടിയിൽ ക്രീം ചെയ്തെടുക്കണ്ട. ഞാനിവിടെ കിറ്റ്കാറ്റ് ചോക്ലേറ്റ് വെക്കേണ്ടതാണ്. ഞാനിവിടെ ക്രീം ചെയ്ത് കിറ്റ്കാറ്റ് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ജംസ് ചേർത്ത് കൊടുക്കാം. ഇതൊരു ബർത്ത്ഡേ, കുട്ടികൾക്കെല്ലാം ബർത്ത്ഡേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അങ്ങനെ നമ്മുടെ ജംസ് എല്ലാം ഇവിടെ ചേർത്ത് അടിപൊളി കേക്കായിട്ടുണ്ട്. ഇനി ഇതൊരു റിബൺ കൊണ്ട് കെട്ടിക്കൊടുക്കാം. ഇത് ക്രീം ചെയ്തതിന് ശേഷം ഒരുപാട് കട്ടിയിൽ ക്രീം ചെയ്യേണ്ട. ക്രീം ചെയ്തതിന് ശേഷം ഒന്ന് കിറ്റ്കാറ്റ് ഒട്ടിച്ചു കൊടുത്താൽ മതി. 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം, ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ ഞാനിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതാണ്. ഇനി റിബൺ മാറ്റി കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം. താഴെ
ഇളകാതെ കട്ട് ചെയ്യണം. ഇനി ഒരു പീസ് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. കേക്ക് നല്ല സോഫ്റ്റാണ്. അങ്ങനെ നമ്മുടെ കിറ്റ്കാറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തവർക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റു റെസിപ്പീസുമായി വരുന്നവരെ ബായ്.